എന്താണ് CMDR അഥവാ ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസ്ട്രസ് റിലീഫ് ഫണ്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. CAG ഓഡിറ്റിന് വിധേയമായ 100% സുതാര്യത ഉറപ്പുവരുന്ന ഒരേ ഒരു ഫണ്ടാണ് CMDRF ഫണ്ട് എന്ന് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് ഇത് നമ്മുടെ ആളുകളുടെ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പറയുന്നത്. ഏതൊരു പൗരനും വിവരാവകാശ നിയമപ്രകാരം ആർക്ക് എപ്പോൾ എങ്ങനെ കൊടുത്തു എന്ന് ഉറപ്പുവരുത്താവുന്ന ഒരു ഫണ്ടാണ് ഇത്. ഈ ഫണ്ടിലേക്കുള്ള സംഭാവന ബാങ്ക് വഴിയും രേഖ ഉള്ളതുമാണ്. ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ കീഴിലുള്ള അക്കൗണ്ടാണിത്. റവന്യൂ വകുപ്പാണ് ഈ ഫണ്ട് കൈകാര്യം ചെയ്യുന്നത്. ആര് ഭരിച്ചാലും ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയാം. നമ്മളുടെ ഒരു രൂപയ്ക്ക് പോലും മറുപടി പറയാൻ സർക്കാർ ബാധ്യസ്ഥരാണ്. 2018-2019 പ്രളയത്തിൽ മാത്രം CMDRF വഴി ചെലവഴിച്ച തുകയാണ് 4724.83 കോടിയാണ് ഇതിനു വേണ്ടി ചെലവഴിച്ചത്. നമ്മുടെ മുങ്ങിത്താഴുന്ന കേരളം പുനർനിർമ്മിക്കപ്പെട്ടത് ഈ ഫണ്ട് ഉള്ളത് കൊണ്ടാണ്. ഒരു നാട് ഇന്നേ വരെ അഭിമുഖീകരിക്കാത്ത ദുരന്തത്തിൽ നിൽക്കുമ്പോൾ സർക്കാർ സംവിധാനങ്ങൾ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഏക കാര്യം CMDRFിലേക്ക് ഫണ്ട് സ്വരൂപിച്ച് കൊടുക്കുക എന്നത് മാത്രമായ ഒരു കാര്യമാണ്. ഗൂഗിളിൽ ഡൊണേഷൻ CMDRF എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇതിൻ്റെ വെബ്സൈറ്റിലേക്ക് നിങ്ങളെത്തും. ഡൊണേഷൻ പോർട്ടലിലേക്ക് നിങ്ങളെത്തും. കേരള ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസ്ട്രസ് റിലീഫ് ഫണ്ട് വെബ്സൈറ്റിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതായിരിക്കും. അവിടെ ഒരു ഓൺലൈൻ ഡൊണേഷൻ ഫോം കാണാം. അത് നിങ്ങൾക്ക് ചൂസ് പേയ്മെൻറ്റ് ടൈപ്പിൽ നിങ്ങൾ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡോ ചൂസ് ചെയ്തതിന് ശേഷം തുടർന്ന് ഇമെയിൽ ID നിങ്ങൾക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ഫോൺ നമ്പർ പിന്നെ നിങ്ങളുടെ നെയിം ഉള്ളത് നിങ്ങളുടെ നെയിം നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് അതിൻ്റെ കൂടെ നിങ്ങളുടെ വിത്ത് അഡ്രസ്സും കൂടെ നിങ്ങൾക്ക് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങളുടെ മെയിൽ ID നിങ്ങളുടെ മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് നിങ്ങളുടെ ഡൊണേഷൻ എത്ര എമൗണ്ട് ആണെന്ന് വെച്ചാൽ അതവിടെ കൊടുക്കാൻ പ്രൊസീഡ് കൊടുക്കുക. തുടർന്ന് ബാങ്കിൻ്റെ ഓപ്ഷൻസ് വരും. അവിടെ നിങ്ങൾ ഏത് ബാങ്കാണെന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ടു പേ കൊടുക്കുക. നിങ്ങളുടെ ബാങ്ക് ഏതാണെന്ന് വെച്ചാൽ പ്രൊസീഡ് ടു പേ കൊടുക്കുക. പ്രൊസീഡ് ടു പേയ്മെൻറ്റ് കൊടുക്കുക. തുടർന്ന് നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് നമ്പറും ഒക്കെ ചോദിക്കും. അതൊക്കെ ക്ലിക്ക് ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ് എന്നാവുന്ന കൊടുക്കുക. തുടർന്ന് പേയ്മെൻറ്റ് പ്രോസസ്സ് ആവുന്നതായിരിക്കും. ബാങ്ക് ഓപ്ഷൻസിൽ നിങ്ങളുടെ പാസ്വേഡൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തുടർന്ന് ഇങ്ങനെ ഒരു ഡൗൺലോഡ് റെസിപ്റ്റ് വരും. നിങ്ങൾക്ക് നിങ്ങളുടെ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. CMDRF RTIയുടെ കീഴിലാണ് വരുന്നത്. അതിനാൽ പൊതുജനങ്ങൾക്ക് RTI നൽകിക്കൊണ്ട് അഥവാ വിവരാവകാശ നിയമപ്രകാരം അതിൻ്റെ വിവരങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. ഈ ഫണ്ട് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന് വിധേയമാകുന്നതാണ്. അതുകൊണ്ട് ചെലവിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കേരള നിയമസഭയിൽ ഹാജരാക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ഫണ്ട് പ്രവർത്തിക്കുന്നത് ധനകാര്യ സെക്രട്ടറി ആണെങ്കിലും CMDRF നിയന്ത്രിക്കുന്നത് റവന്യൂ വകുപ്പാണ്. ഇതൊരു ഫുൾ വെബ് മാനേജർ സിസ്റ്റം ആയതിനാൽ പൊതുജനങ്ങൾക്ക് എത്ര രൂപ ചെലവഴിച്ചുവെന്ന് അറിയാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. അതിൻ്റെ ചിലവിനെക്കുറിച്ച് ഈ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് തന്നെ അറിയാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. ഈ CMDRFിലേക്ക് സംഭാവന നൽകരുത് എന്ന് പറയുന്ന തെറ്റായ ഈ പൊതുജനബോധം വരുത്തുന്നത് അപകടകരമായ ഒരു രീതിയാണ്. ഇത് തിരുത്തപ്പെടേണ്ടത് അത്യാവശ്യമാണ്. ഇത് ഒരിക്കലും തട്ടിപ്പല്ല, തികച്ചും സുതാര്യമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആപത്ത് വന്നാൽ അവരെ രക്ഷിക്കാൻ നമ്മളേ ഉള്ളൂ. ആ സഹായം അവരിലേക്ക് എത്തിക്കാനുള്ള സുരക്ഷിതമായ ഒരു മാർഗം ഇത് തന്നെയാണ്. നാടിനൊപ്പം നിൽക്കാം, നമുക്ക് കരുതലാകാം.